ഹായ്, ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ളൊരു ജേണിയെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടാണ് കേട്ടോ. അതായത് നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവായത്. ഓക്കെ, അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണെന്നുള്ളത്. അതായത് ഇപ്പോൾ ഞാനിത് പറയാൻ കാരണം ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയ്ക്ക് നല്ല ലവും അതായത് നല്ല സപ്പോർട്ടും കിട്ടി. അപ്പം അതിനൊരു ബിഗ് താങ്ക്സും പറയണം. പിന്നെ എൻ്റെ ഒരു ജേണിയെക്കുറിച്ചും, അതായത് എൻ്റെ പ്രഗ്നൻസി ജേണി എങ്ങനെയായിരുന്നു, എൻ്റെ ആ ഒരു ടൈം പീരീഡ് എങ്ങനെയായിരുന്നു, ഞാൻ എങ്ങനെയാണ് അത് സർവൈവ് ചെയ്തത് എന്നൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. അതാണ് കേട്ടോ. അതായത് 2018 എൻ്റെ മാരേജ് കഴിയുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മൾ കല്യാണമൊക്കെ കഴിഞ്ഞ് അടിച്ചു പൊളിച്ച് അങ്ങനെയുള്ളൊരു ലൈഫ്, അതായത് അങ്ങനെ ഒരു ജീവിതമായിരുന്നു. അതായത് നമ്മൾ കുഞ്ഞിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല. പിന്നീട് മുൻപോട്ട് പോകെ എനിക്ക് പീരിയഡ്സ് ഇറഗുലറായി വന്നപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് തൊട്ടടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ടു. അപ്പോൾ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇതുപോലെ PCOD ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, അപ്പോൾ അതിനുള്ള മരുന്ന് കഴിച്ചാൽ മാറാമതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോഴും നമ്മൾ കുഞ്ഞിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. അതായത് നമ്മുടെ അപ്പോഴത്തെ ആ ഒരു കല്യാണം കഴിഞ്ഞൊരു 3-4 മാസം അങ്ങനെയല്ലേ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ പതുക്കെ ഗുളിക കഴിച്ചു. അതായത് PCODയുടെ ആ ഒരു ഗുളിക കഴിച്ചു തുടങ്ങി. ഗുളിക കഴിച്ചപ്പം ഞാൻ നല്ലപോലെ എനിക്ക് വെയിറ്റ് നന്നായിട്ട് ഗെയിൻ ചെയ്തു. വെയിറ്റ് അത്യാവശ്യം നല്ല വെയിറ്റായി. പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പം വീണ്ടും ഇങ്ങനെ റെഗുലർ തന്നെയാണ് ഗുളിക കഴിച്ചിട്ട് പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. അപ്പം ബേബി ഒന്നും ആകുന്നില്ലല്ലോ എന്ന് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചിന്തിച്ചു ശരി, പീരിയഡ്സിൻ്റെ ഇറഗുലർ ആയതുകൊണ്ട് തന്നെയാണ്, അപ്പോൾ നമുക്ക് നല്ലൊരു ട്രീറ്റ്മെൻറ്റ് നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ചെയ്യാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ അങ്ങനെ ഒരു ഹോസ്പിറ്റലിൽ പോയി, തൊടുപുഴയിലുള്ളൊരു ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ആദ്യമൊക്കെ കുഴപ്പമില്ല, മരുന്ന് കഴിച്ചു. വെയിറ്റ് എനിക്ക് കൂടിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ഹോർമോൺ ടാബ്ലറ്റ് അല്ല കഴിക്കുന്നത്. അപ്പോൾ വെയിറ്റ് കൂടുന്നു. അപ്പോൾ ഡോക്ടർ പറയുന്നു എക്സസൈസ് ചെയ്യണം, വെയിറ്റ് കുറയ്ക്കണം. എക്സസൈസ് ചെയ്താലും വെയിറ്റ് കുറയുന്നില്ല, കാരണം ഇങ്ങനെ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ഈ ഗുളിക കഴിക്കും. പിന്നീട് ഡോക്ടർ പറഞ്ഞു പ്രഗ്നൻസിക്ക് ഒരു ഇച്ചിരി തടസ്സമുണ്ട്, കാരണം PCOD ഉള്ളവർക്ക് ഇങ്ങനെ പ്രഗ്നൻ്റ് ആവില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നല്ലപോലെ വർക്കൗട്ട് ചെയ്യണം, പിന്നെ അതുപോലെ തന്നെ ഫുഡ് കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്തു. ഒരുമാതിരിപ്പെട്ട ഫുഡ്, അതായത് ചിക്കൻ, പിന്നെ നമുക്ക് കൊഴുപ്പുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല, അതൊക്കെ അവോയ്ഡ് ചെയ്തു. പിന്നെ ഒരു മാസത്തിൽ നമുക്കൊരു 3 ദിവസം ഹോസ്പിറ്റലിൽ തന്നെ പോകണം. അതായത് തൊടുപുഴയിലാണ്. നമുക്ക് കട്ടപ്പനയിൽ നിന്ന് തൊടുപുഴ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടൈം എടുക്കും പോകാനായിട്ട്. 1 മണിക്കൂറുണ്ട്, ഒരു 3-4 മണിക്കൂർ ഉണ്ടാവും. അങ്ങനെ ആദ്യത്തെ ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ പീരിയഡ്സ് ആകാനായിട്ടുള്ളൊരു ഗുളിക തരും. അത് കഴിച്ച് രണ്ടാമത്തെ ദിവസം നമ്മൾ, അതായത് പീരിയഡ്സ് ആയി രണ്ടാമത്തെ ദിവസം തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒരു തവണയും കൂടെ ചെല്ലണം. അങ്ങനെ അത്യാവശ്യം അങ്ങനെ മാസങ്ങൾ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗുളിക കഴിക്കുന്നത് ഇത് തന്നെ അങ്ങ് റെഗുലറായിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് യാതൊരു മാറ്റവും ഇല്ല. ലാസ്റ്റ് ഒരു ട്രീറ്റ്മെൻറ്റ് ആയിട്ട് ഇങ്ങനെ 2-3 വർഷം അങ്ങനെ പോയി, 2 വർഷം അങ്ങനെ പോയി. അപ്പം ഡോക്ടർ പറയുന്നു ലാസ്റ്റ് സ്കോപ്പ് എന്നുള്ള രീതിക്ക് നമുക്ക് സർജറി ചെയ്യാം, ഈ ഹോൾ സർജറി ചെയ്ത് ഈ സിസ്റ്റം നമുക്ക് റിമൂവ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ അതൊരു കോവിഡ് ടൈമാണ് കേട്ടോ. കോവിഡ് ടൈമിലുള്ള ഈ പോക്കും വരവും ഒക്കെ ഭയങ്കര പാടാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ. നമ്മുടെ സമ്പാദ്യത്തിൻ്റെ പാതിയും പൊക്കോണ്ടിരിക്കുക ഹോസ്പിറ്റലിലോട്ട്. നമുക്ക് ഒരുപാട് അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്, കാരണം കോവിഡും കൂടെയാണ്. അങ്ങനെയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ പോകണം, നമുക്കൊരു കുഞ്ഞ് വേണമല്ലോ എന്നുള്ള രീതിക്ക്. അപ്പം പിന്നെ ഒന്നാമത്തെ കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഓരോരുത്തർ ചോദിക്കാൻ തുടങ്ങി, നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എന്തായി വിശേഷമൊന്നും ആയില്ലേ എന്നൊക്കെയുള്ള ചോദ്യം. അതായത് അതിലൊരു 100-ൽ 90% ചോദിക്കുന്നത് സ്ത്രീകൾ തന്നെയാണ്. കാരണം അവർക്കാണ് അറിയേണ്ടത് എന്താണ് എന്നുള്ളത്. എല്ലായിടത്തും ഉള്ളത് തന്നെയല്ല അങ്ങനെ ഒരു തൊര. അങ്ങനെ ഇവരുടെ നമുക്ക് അടച്ചു മൂടിക്കെട്ടി വെക്കാനും പറ്റില്ല. പിന്നെ അങ്ങ് ചോദ്യമായി, കളിയാക്കലായി, എല്ലാ മാസവും ഈ ഹോസ്പിറ്റലിൽ പോകല്ലേ, എന്നിട്ട് ആയില്ലേ എന്നുള്ള ചോദ്യം. അതായത് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഹോസ്പിറ്റലിൽ പോകുമ്പം ഈ പ്രഗ്നൻസിയുടെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പം അത് ചെയ്തിട്ടുള്ളവർക്ക് അറിയത്തുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. കാരണം നമുക്ക് ഓരോ ടെസ്റ്റ് ഉണ്ട്. ഈ ട്യൂബിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നറിയാൻ ട്യൂബ് ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റുകളുണ്ട്. ഇതൊക്കെ എന്ന് പറയുമ്പോൾ ഈ ട്യൂബ് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, അതായത് നമ്മൾ ചത്ത് ജീവിക്കുന്നതിന് തുല്യമാണ്. വേദന എന്ന് പറയുന്നത് സഹിക്കാൻ പറ്റാത്തതാണ്. കാരണം എനിക്ക് ഒരു തവണ ഈ ട്യൂബ് ടെസ്റ്റ് ചെയ്തതാണ്. അതെന്ന് പറയുന്നത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റിന് പോകുമ്പോൾ നമ്മൾ സഹിക്കുന്ന വേദന എന്ന് പറയുന്നത്. അത് പുറത്തുള്ള ഒരാൾ പറയും, നിങ്ങൾ പോയിട്ട് എന്തായി അങ്ങനെയൊക്കെ ചോദിക്കും. അവർക്ക് അവരുടെ ആ ഒരു രീതിക്ക് ചോദിക്കുന്നത്. പക്ഷേ നമ്മുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരവസ്ഥയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് വരാം. വരാം. എന്നിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളായി. പിന്നെ എനിക്ക് ഭയങ്കര കരച്ചിൽ, ശരിക്കും ഒരു ഡിപ്രഷണൽ ആ ഒരു അവസ്ഥയിലോട്ട് എത്തി. കാരണം കുഞ്ഞുങ്ങളെ കാണുമ്പോൾ സങ്കടം, കുഞ്ഞുങ്ങളെ എടുക്കാൻ പേടി. കാരണം നമ്മളിങ്ങനെ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോൾ കുഞ്ഞിനെ എടുക്കാനൊക്കെ ഒരു മൊത്തത്തിൽ മറ്റുള്ളവരുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എടുക്കാനുള്ളൊരു സങ്കടം, കരച്ചിൽ. പുറത്ത് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്, വീട്ടിൽ വന്ന് കഴിയുമ്പോൾ ഞാൻ ഭയങ്കര ഡൗൺ ആണ്, കരച്ചിലും ബഹളവും ഒക്കെ ആയിട്ട്. ലാസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ എൻ്റെ സ്ട്രോങ് ആയിട്ട് എൻ്റെ സപ്പോർട്ടീവ് സിസ്റ്റമാണ് എൻ്റെ ഹസ്ബൻഡ് കേട്ടോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ അതുപോലെ ടേക്ക് കെയർ ചെയ്തു. കാരണം ഞാൻ തളർന്നു പോയ സമയത്തൊക്കെ എന്നോട് സാരമില്ല, എനിക്ക് ഹോപ്പ് തന്നുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡാണ്. അതായത് സാരമില്ല, നമുക്ക് എന്തായാലും കുഞ്ഞുങ്ങളുണ്ടാവും, നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമല്ലേ എന്ന് പറഞ്ഞ് ഒത്തിരി എന്നെ സമാധാനിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വീണ് പോയിടത്തും എന്നെ പിടിച്ചുയർത്തിയ ഹസ്ബൻഡ് തന്നെയാണ്. കാരണം ഒത്തിരി പേര് നമ്മളെ കളിയാക്കി നമ്മുടെ മുന്നിൽ നമ്മളോട് നല്ല രീതിയിൽ സ്നേഹത്തോടെ സംസാരിച്ചിട്ട് നമ്മുടെ പുറകിൽ നിന്ന് കളിയാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് നമുക്കറിയാം അവരുടെ വിചാരം നമ്മളിതൊന്നും അറിയുന്നില്ല എന്നാണ്. പക്ഷേ നമ്മളത് എങ്ങനെയൊക്കെ നമ്മൾ അറിയും. അങ്ങനെ ഒത്തിരി കളിയാക്കലുകൾ, അങ്ങനെയൊക്കെ ഞാൻ കുറേ ട്രോമയിലൂടെ കടന്നു പോയതാണ്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു നമുക്കൊരു കുഞ്ഞിനെ ദത്തെടുക്കാം എന്ന് പറഞ്ഞു, അഡോപ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ പുള്ളി എന്നോട് എന്തിന്, ഇത് ഇത്ര വർഷമായതല്ലേ ഉള്ളൂ, ഇനി സമയമുണ്ടല്ലോ എന്നോട് പറഞ്ഞു. എന്നിട്ട് പിന്നെ ആ ഒരു ഇതങ്ങ് പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറോട് എന്നിട്ട് ചോദിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഡോക്ടർ ഇങ്ങനെ സർജറിയുടെ കേസൊക്കെ പറഞ്ഞു. സർജറി ചെയ്യണം, കീ ഹോൾ സർജറി ചെയ്തേ പറ്റുള്ളൂ, അതായത് വേറെ വഴിയില്ല, കീ ഹോൾ സർജറി ചെയ്ത് സിസ്റ്റ് റിമൂവ് ചെയ്യാം നമുക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സർജറിക്ക് വേണ്ടി ചെന്നു. സർജറി കഴിഞ്ഞപ്പോഴും എൻ്റെ മനസ്സിൽ അതായത് 0 ഒരു 100-ൽ 0 ഒരു പൂജ്യമായിട്ട് നിൽക്കുക, പൂജ്യമായിട്ട് നിൽക്കുക എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത്. അതായത് എനിക്ക് മക്കളുണ്ടാവില്ല, കുഞ്ഞുങ്ങളുണ്ടാവില്ല എന്നുള്ളൊരു തോട്ടിലാണ് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സർജറിയുടെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യം ഹോപ്പ് വന്നു തുടങ്ങി. അതായത് എന്താ പറയുന്നത്, പ്രഗ്നൻ്റ് ആവും, ഇനിയിപ്പോൾ സർജറി കഴിഞ്ഞാൽ പെട്ടെന്ന് കൺസീവ് ആകും എന്നുള്ളൊരു വിശ്വാസമായി. അങ്ങനെ
സർജറി കഴിഞ്ഞിട്ട് പിറ്റേ മാസവും എനിക്ക് പീരിയഡ്സ് ആകുന്നില്ല. അപ്പോൾ ഞങ്ങൾ വീണ്ടും ചെക്കപ്പിനായി ഹോസ്പിറ്റലിൽ ചെന്നു. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടർ എനിക്ക് പീരിയഡ് ആവുന്നില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, ഞാൻ ടാബ്ലറ്റ് തരാം എന്ന് പറഞ്ഞു. എന്നിട്ടും ടാബ്ലറ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ സർജറി ചെയ്തതല്ലേ? അപ്പോൾ അത് കുഴപ്പമില്ല, എന്നാലും ടാബ്ലറ്റ് കഴിച്ചോ. എന്നിട്ട് ഡോക്ടർ പറഞ്ഞു, ഗുളിക കഴിച്ചിട്ട് വരുമെന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, ഇനി ഞാൻ ഗുളിക കഴിക്കുന്നില്ല. കാരണം എനിക്ക് കണ്ടമാനം വെയിറ്റ് ആയി, ഭയങ്കര തടി വെച്ചു, ശരിക്കും നല്ല രീതിയിൽ വണ്ണം വെച്ചു. അപ്പോൾ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു, ഇനി എനിക്ക് ഗുളിക കഴിക്കാൻ പറ്റത്തില്ല, നമുക്ക് നിർത്താം, നമുക്ക് കുട്ടികളാകുന്ന സമയത്ത് ആകട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയും പറഞ്ഞെങ്കിൽ ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന്. എന്നിട്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ സങ്കടവും വല്ലാത്തൊരു അവസ്ഥയാണത്. എന്നിട്ട് ഞങ്ങളൊരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി, ചെയ്യാത്ത ട്രീറ്റ്മെന്റ് ഇല്ല, ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഒരു 3-4 മാസം ട്രീറ്റ്മെന്റ് ചെയ്തു. അവർ പറയുന്ന വെയിറ്റ് കുറയ്ക്കണം, മാക്സിമം ഞാൻ വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിച്ചു, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. പിന്നീട് ഞങ്ങൾ ഹോമിയോന് പോയി, അവിടെയും പറയുന്നത് ഇത് തന്നെ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു, ഇനി ഹോസ്പിറ്റലിൽ പോകണില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഫുഡ് മാക്സിമം ഞാൻ കൺട്രോൾ ചെയ്തു. അതായത് കാപ്പി, പിന്നെ അതുപോലെ തന്നെ ചിക്കൻ, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ അവോയ്ഡ് ചെയ്തു. ചോറ് കഴിക്കൽ നിർത്തി. ശരിക്കും പറഞ്ഞാൽ മുഴുവൻ പട്ടിണി. ഞാൻ എല്ലാ സാധനവും ഉണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ഞാൻ അതായത് എനിക്ക് കഴിക്കാൻ പറ്റാതെ മീൻസ് ഞാൻ വേണ്ട എന്ന് വെച്ചാൽ അങ്ങനെ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു കേട്ടോ. അതെന്ന് പറയുമ്പോൾ ശരിക്കും എന്നാ പറയുന്നത്, വല്ലാത്തൊരു അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഒരു 4-5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും ഇങ്ങനെ വയറുവേദന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഭയങ്കര വയറുവേദനയാണല്ലോ എന്ന് ഹസ്ബൻഡോട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ക്ലിനിക്കിൽ വന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പം എനിക്ക് യൂട്രസിനകത്ത് ഫ്ലൂയിഡ് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒന്നെങ്കിൽ ഗുളിക കഴിച്ച് അത് ആ ഫ്ലൂയിഡ് അത് മാറ്റുക, അല്ല എന്നുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ ചെയ്യുക അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുളിക കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഗുളിക കഴിച്ചു. അതൊരു മാസത്തോളം കഴിച്ചു. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ പോയില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് എനിക്കൊരു പിന്നെ ഞാൻ ഫുഡ് ശരിക്കും കൺട്രോൾ ചെയ്തു, എക്സസൈസ് ചെയ്തു, നന്നായിട്ട് വർക്കൗട്ട് ചെയ്തു, അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഒരു 2023 മെയ്യിൽ എനിക്ക് കറക്റ്റ് പീരിയഡ്സ് ആയെന്ന് പറഞ്ഞാൽ എനിക്കൊരു അതിന് മുമ്പൊക്കെ ഇറഗുലർ ആയിരുന്നു. അത് കഴിഞ്ഞ് മെയ് ആയപ്പോൾ എനിക്ക് കറക്റ്റ് പീരിയഡ്സ് ആയി. പിന്നെ പ്രാർത്ഥനയായി, വഴിപാടായി, അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. അതിനും ദൈവത്തിൻ്റെ ഏറ്റവും വലിയ കടാക്ഷം ഉണ്ട് കേട്ടോ. അതായത് ഞാൻ പീരിയഡ്സ് ആയെന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അമ്പലത്തിൽ, അതായത് ഞങ്ങളുടെ ഇവിടെ കുമളിയിൽ തേക്കടിയിൽ മംഗളാദേവി എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്. അപ്പോൾ അതിങ്ങനെ മലമുകളിലാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ അമ്പലത്തിൽ വണ്ടിയിലും ആൾക്കാർ വന്നു, ഓഫ് റോഡ്. അപ്പോൾ വനത്തിനകത്തൂടെ നമ്മൾ തേക്കടിക്കകത്തൂടെ വേണം നടന്നു പോകാൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ അമ്പലത്തിൽ പോകാൻ തീരുമാനിച്ചു. അതെന്ന് ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയത് കേട്ടോ. ചേട്ടയുടെ കുറച്ച് കസിൻസ് ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഒരു തീരുമാനമായിരുന്നു. എന്നിട്ട് ഞങ്ങൾ നടന്നാണ് പോയത്. ശരിക്കും ഞാനും ഹസ്ബൻഡ് ഒന്നും ഒരു വാങ്ങ രാവിലെ കഴിച്ചിട്ടില്ല. കാരണം രാവിലെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അങ്ങ് പോവുക ചെയ്തത്. അങ്ങനെ പട്ടിണി കിടന്ന് ഞങ്ങൾ ആ മല കയറിയിട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ശരിക്കും മടുത്തു. അത് കഴിഞ്ഞ മാസം തൊട്ട് എനിക്ക് കറക്റ്റ് പീരിയഡ്സ് ആകാൻ തുടങ്ങി. അങ്ങനെ മെയ്യും ജൂണും എനിക്ക് കറക്റ്റ് പീരീഡായി. അപ്പോൾ 3-ാം മാസവും, അതായത് ഇനിയും പീരീഡ് കറക്റ്റ് ആയപ്പോൾ എനിക്കൊരു സന്തോഷം. ഇനി അടുത്ത മാസം കറക്റ്റ് ആവണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ തുണികളൊക്കെ മെഷീനിൽ നിന്ന് ഒഴിവാക്കി കല്ലെ കൊണ്ടുപോയി അലക്ക് തുടങ്ങി. അതുപോലെ തന്നെ വെള്ളം കോരൽ, പിന്നെ മോപ്പ് കൊണ്ടുള്ള തറ തുടക്കലൊക്കെ മാറ്റി തുണി കൊണ്ടുള്ള അങ്ങനെ തുടക്കില്ല, അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തു. അതിനുശേഷം ജൂലൈ ആയിട്ട് എനിക്ക് പീരീഡ്സ് ആവുന്നില്ല. കറക്റ്റ് ആ ഒരു ഡേറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് പീരീഡ് ആവുന്നില്ല. എനിക്ക് അത്യാവശ്യം എനിക്ക് ചെറിയ ക്ഷീണം മീൻസ് എനിക്ക് നടുവിന് വേദന, ഗ്യാസ് കയറിയ പോലെയുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്തോ ചെറിയ ബുദ്ധിമുട്ട് പോലെയുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ ഇങ്ങനെ പണി ചെയ്യുന്നോണ്ടാ, ഇതുപോലെ പണി ചെയ്യുന്നോണ്ട് അങ്ങനെ ചെയ്യുന്നില്ലല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ അതങ്ങ് മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം വീട്ടിൽ മത്തി മേടിച്ചു. അതിൻ്റെ സിംറ്റംസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ മത്തി മേടിച്ചു. അപ്പോൾ അത് കറി വെച്ച് കഴിച്ചു. ഒരു 13-ാം തീയതി, ജൂലൈ 13-ാം തീയതി. എന്നിട്ട് മീൻ കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഛർദ്ദി തുടങ്ങി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു, ഞാൻ മീൻ എന്തിനാ കഴിച്ചത്, കൊള്ളൂലാത്തതായിരിക്കും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് അപ്പോൾ നിങ്ങൾ കഴിച്ചാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. എന്തായാലും അത് കഴിക്കേണ്ട എന്ന് പറഞ്ഞാൽ മീൻ കൊണ്ടങ്ങ് കളഞ്ഞു. അപ്പോൾ എനിക്ക് ഇപ്പോഴും ഓർക്കും സങ്കടം ഉണ്ടോ, അപ്പോൾ മീൻ കൊണ്ട് കളഞ്ഞു. അപ്പോൾ ഞാൻ നിങ്ങൾ എന്തിനാ കളയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, വേണ്ട, അത് കഴിക്കേണ്ടത്, ഛർദ്ദി തുടങ്ങിയതുകൊണ്ട്. എന്നിട്ട് എനിക്ക് അന്ന് തന്നെ ഒരു വൈകിട്ടൊക്കെ അപ്പോൾ എനിക്ക് പറ്റുന്നില്ല, ഭയങ്കര വയറുവേദന. അപ്പോൾ ഞാൻ പുള്ളിയെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്ക് നാളെ ഹോസ്പിറ്റലിൽ പോവാം, അതിന് മുമ്പ് ഒരു കാര്യം ചെയ്യാം, ഒരു പ്രഗ്നൻസി കിറ്റ് മേടിച്ചോളൂ, നമുക്ക് നോക്കാം. അപ്പോൾ എന്നോട് ചെന്തിട്ട് കരയാനാണോ വീണ്ടും എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല കരയാനല്ല, എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അവർ ടെസ്റ്റ് ചെയ്യും, വെറുതെ ഇനിയും കൊണ്ട് കാശ് കളയണോ, ആ ഒരു പ്രഗ്നൻസി കിറ്റ് മേടിക്കാറ് ഇവരുടെ കേസ് അല്ലേ ഉള്ളൂ, നോക്കിയിട്ട് അവരോട് അവിടെ ചെല്ലുമ്പോൾ നമുക്ക് പറയാലോ, നെഗറ്റീവ് ആണെന്ന് പറയാലോ. അപ്പോഴും സത്യം പറഞ്ഞാൽ എന്താ പ്രഗ്നൻസി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, കാരണം നെഗറ്റീവ് ആണ്, എനിക്ക് ആ പ്രഗ്നന്റ് ആവില്ല എന്നുള്ളൊരു വിചാരത്തിൽ തന്നെ ഇരിക്കാം. എന്നിട്ട് കാർഡ് മേടിച്ചുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് തന്നിട്ട് പറയണം, ഇതും നെഗറ്റീവ് ആണ്, എന്നാൽ കൊണ്ട് 60 രൂപ പോയി എന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് തരണേ. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഒരു വെള്ളിയാഴ്ചയാണ് കേട്ടോ, ഒരു 8 മണിയായിട്ട് എനിക്ക് എഴുന്നേറ്റ് പോയി നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, കാരണം ഈ നെഗറ്റീവ് കണ്ട് തഴം വെച്ചിരിക്കുക. അപ്പോൾ നോക്കാനുള്ളൊരു സങ്കടവും ബുദ്ധിമുട്ടും കാരണം ഞാൻ അവിടെ കട്ടിലെ തന്നെ കിടക്കാം. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ പോയി നോക്ക് എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഒരിടത്ത് പോയി നോക്കി. സത്യം പറയാലോ, ഇപ്പോഴും ആ ഒരു എന്താ പറയുന്നത്, ആ ഒരു മൊമെന്റ് ഇപ്പോഴും എനിക്ക് ഭയങ്കര ഗൂസ് ബംസ് ആണ് സത്യമായിട്ടും. എന്നുവെച്ചാൽ എൻ്റെ അത്ര വർഷത്തെ കാത്തിരിപ്പ് ശരിക്കും ഞാൻ ഷോക്കായിപ്പോയി. കാർഡിൽ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഒഴിച്ചു കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ഡബിൾ ലൈൻ. എൻ്റെ പൊന്നി സത്യമായിട്ട് എനിക്കുണ്ടല്ലോ, എനിക്കതെങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതുപോലെ ഷോക്കായിപ്പോയി. സന്തോഷവും എന്താ പറയുക, സങ്കടം മീൻസ് ഇത്രയും നാളത്തെ ആ ഒരു അവസ്ഥ ഞാൻ ഓർത്ത്, ഇത്രയും നാൾ ഞാൻ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് ഓർത്ത് ഞാൻ ശരിക്കും എന്താ പറയുന്നത്, കരഞ്ഞു പോയി ശരിക്കും. അവിടെയൊന്നും നിലവിളിച്ചു. അപ്പം പുള്ളി ഓർത്തു ഞാൻ ബാത്റൂമിൽ വീണതാണ്. എന്നിട്ട് എന്നോട് എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനൊരു കൊണ്ടുവന്നിട്ട് കാർഡ് കാണിക്കാം. പുള്ളിയും കരഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കരച്ചില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മേനെ വിളിച്ചപ്പോൾ അമ്മ വിചാരിച്ചു ഞങ്ങൾ വഴക്കുണ്ടായിട്ട് കരയണമെന്ന്. അത് കഴിഞ്ഞ് അമ്മ പറഞ്ഞു, നിങ്ങൾ എന്താ വഴക്കുണ്ടാക്കണമെന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ വഴക്കല്ല, അമ്മ ഇത് നോക്കാൻ പറഞ്ഞു. പിന്നെ കൂട്ടക്കരച്ചിലായി. അത് സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ലൈൻ കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേ അല്ല സത്യമായിട്ടും. അത് എന്നെ പറയുന്ന ആ ഒരു മൊമെൻറ്റ് അതെനിക്ക് വല്ലാത്തൊരു മിറക്കിൾ മൊമെൻ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയും, ഇവിടെ കുഞ്ഞിനെ ഞാൻ പറയും, എനിക്ക് വൈകി വന്ന വസന്തമാണ് നീ. എപ്പോഴും ഞാൻ പറയും, എൻ്റെ മിറക്കിൾ ബേബിയാണ് അവൾ. ഒത്തിരി സ്ട്രഗിളിൽ നിന്ന് എനിക്ക് ഹോപ്പായിട്ട് വന്നതാണ് അവൾ. എനിക്ക് എൻ്റെ കണ്ണീര് കണ്ട് ദൈവം എനിക്ക് തന്ന, അതായത് എന്നെ ഒരുപാട് ആൾക്കാർ കളിയാക്കി, കുറ്റപ്പെടുത്തി, ഒറ്റപ്പെടുത്തി, അങ്ങനെയൊക്കെ നിന്ന സമയത്ത് എനിക്ക് ദൈവമായിട്ട് എന്താ പറയുക, എനിക്ക് തന്ന എൻ്റെ കുഞ്ഞു മാലാഖയാണ് അവൾ.
അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എൻ്റെ ഈ സെയിം സിറ്റുവേഷനിലൂടെ ഇപ്പോൾ കടന്നു പോകുന്നവരാണെങ്കിൽ ഒന്നും വിഷമിക്കണ്ട കേട്ടോ. നെഗറ്റീവിൽ നിന്ന് ഒരു ദിവസം നമുക്ക് പോസിറ്റീവ് ആകും. അതുകൊണ്ട് ആരും വിഷമിക്കേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക്